ഹേ ഗൈസ്, തിരുവോണത്തിനായിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടി? ഞങ്ങൾക്ക് ഇവിടെ അത് സാധാ പോലെ പൂക്കളിടുക, സദ്യ ഒരുക്കുക, കഴിക്കുക. അങ്ങനെ നമ്മൾ വീട്ടിൽ ഇപ്രാവശ്യം അടിപൊളിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കുഞ്ഞിപ്പെണ്ണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കായതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ വിഭവം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എരിവ് അവൾക്ക് തീരെ പറ്റാത്തതുകൊണ്ട് തന്നെ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, എന്താ കുഞ്ഞിപ്പെണ്ണിന് ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ടുള്ളതെന്ന്? കുഞ്ഞിപ്പെണ്ണിൻ്റെ പിറന്നാളിൻ്റെ സമയത്ത് ആൾ മാറി കിട്ടിയിട്ടുള്ളൊരു മുണ്ടും ഷർട്ടാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. നമ്മുടെ എല്ലാ പ്രാവശ്യത്തെ വിഷുവിനും ഓണത്തിനും ഉണ്ണിമോളുടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം അവളുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറയുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോയാലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങളുടെ ഒപ്പമുള്ള ക്യാമറാമാനെയും കൂട്ടി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വിട്ടു കളരി അമ്പലത്തിലേക്ക്. നമുക്ക് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ കളരി ക്ഷേത്രമാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അധികം ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓണമായാലും വിഷു ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരിക വെച്ചാൽ നമുക്ക് ആദ്യം എന്താ ഫോട്ടോ എടുക്കുക, സ്റ്റാറ്റസ് ഇടുക, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളല്ലേ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്തെത്തിയിട്ടോ. അതാ ഞങ്ങൾ കപ്പിൾ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. കുഞ്ഞിപ്പെണ്ണിൻ്റെ അച്ഛമ്മയും കൂടെ വീട്ടിൽ നല്ല കളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് കുറച്ച് എടുക്കാൻ തുടങ്ങി. നമുക്ക് മലയാളികൾക്ക് പിന്നെ എത്ര ഫോട്ടോസ് എടുത്താലും തൃപ്തി വരാത്ത ആൾക്കാരാണല്ലേ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്ത് കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് അവർ രണ്ടുപേരും കൂടെ ഉള്ള കുളത്തിലുള്ള അഭ്യാസങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് അധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടും ആറ്റിറ്റ്യൂഡ് ഇടാതെയും. അപ്പോൾ നമുക്ക് എടുത്ത ഫോട്ടോസൊക്കെ കുറച്ചൊന്ന് കണ്ടാലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.